മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ആനുവൽ എക്സാം ആയതാണ്, അതുകൊണ്ട് അതിന് എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, സൂചന ചിത്ര ദേഖ് കർ വാക്യ ലിഖേം. എന്താ ചിത്ര ദേഖ് കർ വാക്യ ലിഖേം എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കി സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം നോക്കിയിട്ട് ഇവിടെ തന്ന ചിത്രം നിങ്ങൾ കണ്ടോ? ഒരു ചിത്രത്തിൽ എന്താണ്, 2 നാരങ്ങകളുണ്ട് അല്ലേ? രണ്ടാമത്തെ ചിത്രത്തിലോ 2 നാരങ്ങകൾ ചിരിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തത് അല്ലേ? ചിരിക്കുകയാണ് ഈ നാരങ്ങകൾ ചെയ്യുന്നത്. മൂന്നാമത്തെ ചിത്രത്തിലോ 2 നാരങ്ങകളുടെ മുമ്പിൽ ഒരു കരടി നിൽക്കുന്നു. നാരങ്ങകൾ പേടിച്ച് കണ്ണുറ്റി നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ? പിന്നെ നാലാമത്തെ ചിത്രം കാണുന്നത് എന്താണ്? കരടി നാരങ്ങനെ മുറുകെ പിടിച്ചിട്ട് ആ നീരൊക്കെ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? നാരങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുറുകെ പിടിച്ചിരിക്കുകയാണ്. അഞ്ചാമത്തെ ചിത്രത്തിൽ എന്താണ്? കരടി കണ്ണും പൊത്തി നിൽക്കുകയാണ് അല്ലേ? കണ്ണിൽ നീരായിട്ട് കണ്ണ് ഇരിഞ്ഞിട്ടുള്ള നിപ്പാണിത് അഞ്ചാമത്തെ ചിത്രം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒക്കെ സെൻറ്റൻസ് ഇവിടെ ഉണ്ട്. കണ്ടോ എത്ര ചിത്രങ്ങളാണുള്ളത്? 1 2 3 4 5 ചിത്രം. അപ്പം ഈ 5 ചിത്രവും എങ്ങനെയാണ് സെൻറ്റൻസ് ആക്കുക എന്ന സെൻറ്റൻസ് ഇതാ 1 2 3 4 5 5 ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഈ ചിത്രം നോക്കിയിട്ട് ഈ സെൻറ്റൻസ് തന്നതുകൊണ്ട് തന്നെ ഓരോ ചിത്രത്തിനും യോജിക്കുന്ന സെൻറ്റൻസാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം ആദ്യം തന്നെ 1 എന്ന നമ്പർ ഇട്ടാൽ ഈ ചിത്രത്തിൻ്റെ സെൻറ്റൻസാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നമ്പറിൽ എന്താണുള്ളത്? 2 നാരങ്ങകൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ വായിച്ചു നോക്കാം. അച്ചാനക് ഏക് ബാലു സാമനെ ആ ഗയാ. പെട്ടെന്ന് ഒരു കരടി മുമ്പിലേക്ക് വന്നു. അതാണ് ഒന്നാമത്തെ ചിത്രം അല്ല. ദോ സന്തരേ ദേ, 2 നാരങ്ങകൾ ഉണ്ടായിരുന്നു അല്ലേ? ഇതാണ് ഒന്നാമത്തേൻ്റെ ഉത്തരം. 2 നാരങ്ങകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 എന്ന നമ്പർ ഇട്ടിട്ട് ഈ ദോ സന്തരേ ദേ എന്നത് എഴുതുക. മനസ്സിലായല്ലോ? 1 എന്ന നമ്പർ ഇടുക, എന്നിട്ട് ദോ സന്തരേ ദേ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ നോക്കാം. നമ്മൾ ചിരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത് അല്ലേ? അപ്പം രണ്ടാമത്തത് സന്തരേ ഹസ്നേ ലഖേ, നാരങ്ങകൾ ചിരിക്കാൻ തുടങ്ങി. നാരങ്ങകൾ ചിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പം രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ എന്താ എഴുതേണ്ടത്? 2 നമ്പർ ഇടുക, എന്നിട്ട് സന്തരേ ഹസ്നേ ലഖേ എന്ന് എഴുതാം. ഇനി മൂന്നാമത്തത് ഈ കരടി നാരങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കണതാണ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള സെൻറ്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. ബാലുവിനെ സന്തരേക്കോ ജോർ സേ പക്കട. ബാലു നാരങ്ങ ശക്തിയിൽ പിടിച്ചു, മുറുക്കി പിടിച്ചു എന്നാണ് ഈ സെൻറ്റൻസ്. ബാലു നാരങ്ങ മുറുക്കി പിടിച്ചു എന്നാണ് ഈ സെൻറ്റൻസ് വരുന്നത്. ബാലു നാരങ്ങ മുറുക്കി പിടിച്ചു. അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസ് എന്താ വരുന്നത്? 2 നാരങ്ങകളുടെ മുമ്പിൽ ബാലു എന്ന് നിൽക്കുന്നതാണ് അല്ലേ? അത് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചപ്പോൾ അർത്ഥം പറഞ്ഞിരുന്നില്ലേ? അച്ചാനക് ഏക് ബാലു സാമനെ ആ ഗയാ. അച്ചാനക് പെട്ടെന്ന് ഒരു കരടി അടുത്തു വന്നു. പെട്ടെന്ന് തന്നെ ഒരു കരടി മുമ്പിൽ, സാമേറിന മുമ്പിൽ, അവരുടെ മുമ്പിൽ വന്നു എന്ന് നമ്മൾ ഒന്നാമത്തെ വായിച്ചതാണല്ലേ? അപ്പം അതാണ് ഈ 3ൻ്റെ ഉത്തരം വരുന്നത്. മനസ്സിലായോ? ഈ മൂന്നാമത്തെ ചിത്രത്തിൻ്റെ ഉത്തരം എന്താണ്? അച്ചാനക് ഏക് ബാലു സാമനെ ആ ഗയാ. അല്ല, നാലാമത്തത് നോക്കാം. മുറുകെ പിടിച്ചതാണല്ലേ? മുറുകെ പിടിച്ചത്. ബാലുവിനെ സന്തരേക്കോ ജോർ സേ പക്കട. ഇതാണ് നാലാമത്തത്. ബാലു നാരങ്ങനെ എന്ത് ചെയ്തു? ശക്തിയിൽ മുറുക്കി പിടിച്ചു ബാലു നാരങ്ങനെ. ബാലു കി ആങ്കോ മേ ജലൻ ഹോനെ ലഗി.
ബാലുവിൻ്റെ കണ്ണുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടു. ബാലുക്കി ആങ്കോമെ ജലൻ ഹോനയിലേക്ക്. ജലൻ പറഞ്ഞാൽ എന്താ? നീറ്റൽ, നീറുക. കണ്ണിലേക്ക് നാരങ്ങയുടെ നീരായിട്ട് കണ്ണ് നീറാൻ തുടങ്ങി അല്ലേ? അപ്പം എന്താണ്? ബാലുക്കി ആങ്കോമെ ജലൻ ഹോനയിലേക്ക്. ബാലുക്കി ആങ്കോമെ ജലൻ ഹോനയിലേക്ക്. 5 കേട്ടോ. ഇതാണ് 5ാമത്തെ വരുന്നത്. അപ്പം നമ്മൾ ഈ ചിത്രത്തിനനുസരിച്ച് എല്ലാ സെൻറ്റൻസും എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കാം. പാനി കവിത की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. പാനി എന്ന കവിതയിലെ ഈ വരികൾ, താഴെ തന്നിരിക്കുന്ന വരികൾ വായിക്കുക. അതിനുശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആവോ ബജത്ത് കരേം പാനി की, पानी उत्तम धन है, पानी से ही यह जग सुंदर, पानी से जीवन है. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന വരികൾ. കിസ്കി ബജത്ത് കർണി ഹേ, ആരെയാണ് രക്ഷിക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. കിസ്കി ബജത്ത് കർണി ഹേ, ആരെയാണ് രക്ഷിക്കേണ്ടത്? നമ്മളെ ഈ കവിതയിൽ എന്താ പറഞ്ഞത്? ബജത്ത് കരേ. കണ്ടോ, രക്ഷിക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ചോദിച്ചത് എന്താണ്? ബജത്ത് കർണി ഹേ, കിസ്കി ബജത്ത് കർണി ഹേ എന്നാ ചോദിച്ചത്. ആരെയാണ് രക്ഷിക്കേണ്ടത്? ആരെയാണ്? പാനിലെ. ആവോ വരൂ, ബജത്ത് കരയും പാനിക്ക്, രക്ഷിക്കൂ വെള്ളത്തെ എന്നാണ് പറഞ്ഞത് ഈ വരിയിൽ അർത്ഥം. അപ്പം എന്താണ് ഉത്തരം വരുന്നത്? ആരെയാണ് പറഞ്ഞത്? വെള്ളത്തിനല്ലേ, വെള്ളത്തിനെയാണ് പറഞ്ഞത്. അപ്പം എന്താ അതിൻ്റെ ഉത്തരം വരുന്നത്? പാനിക്ക്. പാനിക്ക് ഇവിടെ തന്നെ ഈ വരിയിൽ തന്നെ ഉണ്ട്. കണ്ടോ, അങ്ങനെയാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ആ വരിയിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പം അത് നോക്കി മനസ്സിലാക്കി കണ്ടെത്താം. ഇനി അടുത്ത ചോദ്യം നോക്കാം. സന്ദേശ് വാക്യ ജോഡ്കർ പാനി കെ മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരീം. എന്താ പറഞ്ഞിരിക്കുന്നത്? പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ ചോദ്യമാണ് പോസ്റ്റർ. ഈ പോസ്റ്റർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. മനസ്സിലായോ? എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. പിന്നെ ഈ മുകളിൽ എഴുതിയ കിസ്കി ബജത്ത് കർണി ഹേ, ഇതുപോലൊരു ചോദ്യം ഉണ്ടാവും. ഇത് തന്നെ നിങ്ങൾക്ക് ചോദിക്കണമെന്നില്ല. ഇതേ മോഡൽ വേറെ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുമല്ലോ. അപ്പോൾ നിങ്ങളോട് ഇതേപോലെ പോസ്റ്റർ എഴുതാനും പറയും. ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെ അതിന് 5 മാർക്കാണ് കിട്ടുക. ഈ ആക്ടിവിറ്റിക്ക്, ഈ ഒരു ആക്ടിവിറ്റിക്ക് 5 മാർക്ക്. പോസ്റ്റർ എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 4 മാർക്കാണ്. അതുകൊണ്ട് ഒരിക്കലും പോസ്റ്റർ നിങ്ങൾ എഴുതാതിരിക്കാനേ പാടില്ല. ഓക്കെ, പോസ്റ്റർ എഴുതുമ്പോൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നിങ്ങളൊരു ബോക്സ് ഇങ്ങനെ വരയ്ക്കാം. നിങ്ങളെ ആൻസർ ഷീറ്റിൽ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കാം. ഇത് കുറച്ച് ചെറിയ ബോക്സാണ് ഞാൻ വരച്ചത്. ഇത്തിരി കൂടെ വലുതായിട്ട് നിങ്ങളൊരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്കിതുപോലെ തന്നിരിക്കുന്നതിൽ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എഴുതാനുള്ള പോസ്റ്റർ വചനങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുള്ളത് എഴുതാം. ഇവിടെ പറഞ്ഞ എന്താണ്? ഏത് സന്ദേശമാണ്? പാനിക്ക് മഹത്വമാണ് അല്ലേ, വെള്ളത്തിൻ്റെ മഹത്വത്തിനെ പറ്റിയാണ്. ഇതിൻ്റെ പോസ്റ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, ടീച്ചർ സ്കൂളിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഹിന്ദി വിന്നർ ചാനലിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കി കണ്ട് പഠിക്കാം. പാനി കെ മഹത്ത്. പാനി കെ മഹത്തിന് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. പാനി നഹി തോ ഹം നഹി, അല്ലേ, വെള്ളമില്ലെങ്കിൽ നാമില്ല. അതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സെൻറ്റൻസ് എഴുതുക. ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് വേണ്ട സെൻറ്റൻസ് എഴുതാൻ പറ്റും. എന്താണ് ഇവിടെ പറഞ്ഞത്? പാനി ഉത്തമ ധനുഹേ, വെള്ളം ഉത്തമമായിട്ടുള്ളൊരു ധനമാണ് എന്നല്ലേ. ഇതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതാം. മനസ്സിലായോ? പാനി ഉത്തമ ധനുഹേ ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, മൗസ് ഉപയോഗിച്ച് എഴുതിയത് കൊണ്ട് അത് വ്യക്തമായിട്ടില്ല എന്നേ ഉള്ളൂ. എന്താണ്? പാനി ഉത്തമ ധനുഹേ. ഈ സെൻറ്റൻസ് ആണ് ഞാൻ എഴുതിയത്. മനസ്സിലായോ? പാനി ഉത്തം ധനുഹേ അങ്ങനെ എഴുതിയേക്കുക. പിന്നെ പാനി സേ ജീവൻ ഹേ, ഈ സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസ്റ്റർ വചനമായിട്ട് എഴുതാൻ പറ്റും. പാനി സേ ജീവൻ ഹേ, വെള്ളമാണെന്ത്? ജീവൻ. വെള്ളം നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ. അപ്പോൾ പാനി സേ ജീവൻ ഹേ എന്ന ഈ സെൻറ്റൻസും നമ്മൾ എഴുതുക. എന്നിട്ട് ആ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വരയ്ക്കുക കേട്ടോ. ഫുള്ളായിട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ ആദ്യം തന്നെ ഫുള്ളായിട്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ 2 സെൻറ്റൻസ് എഴുതി വെക്കുക. എന്താണ് ആ 2 സെൻറ്റൻസ്? പാനി
ഉത്തമ ധൻ ഹേ പാനി സേ ജീവൻ ഹേ. ഈ രണ്ട് സെന്റൻസും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. പാനീൻ്റെ പോസ്റ്റർ വരികയാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ഈ സെന്റൻസ് എഴുതിയാൽ 4 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. 1 2 3 कहानी का एक अंश पढ़े और प्रश्नों के उत्तर लिखें. 1 2 3 എന്ന കഥയുടെ തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മേരാ ഘർ സുസവ നദി കെ കിനാരെ ഹേ. എൻ്റെ വീട് സുസവ നദിയുടെ തീരത്താണ്. വഹിയേ ജൽ മുർഗിയോ കാ ഏക് പരിവാർ ഭി രഹ്താ ഹേ. അവിടെ ജലമുർഗികളുടെ കുളക്കോഴികളുടെ ഒരു കുടുംബം കൂടി താമസിക്കുന്നുണ്ട്. ആജ് സുബ ഇന്ന് രാവിലെ ജൽമുർഗിക്ക് ചൂസേ. ജൽമുർഗിയുടെ കുളക്കോഴി, ജൽമുർഗി പറഞ്ഞാൽ എന്താണ്? കുളക്കോഴിയാണ് കേട്ടോ. കുളക്കോഴിയുടെ ചൂസേ കുഞ്ഞ്, കുളക്കോഴിയുടെ കുട്ടി. മേരെ ഗർമേം എൻ്റെ വീട്ടിൽ ഗുസ് ആയെ കയറി വന്നു. ഇന്ന് രാവിലെ കുളക്കോഴിയുടെ കുട്ടി എന്ത് ചെയ്തു? എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ഇനി ചോദ്യം എന്താണ്? ചോദ്യം സഹി മിലാൻ കരേം എന്നാണ് ചോദ്യം. സഹി മിലാൻ കരേം, ചേരും പടി ചേർക്കുക അല്ലേ? മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ചേരും പടി ചേർക്കുക എന്ന ചോദ്യം. അതുതന്നെയാണ് ഇവിടെ സഹി മിലാൻ കരേം എന്ന് പറഞ്ഞാൽ. മാച്ച് ചെയ്യാനാണ് കേട്ടോ, മാച്ച് ചെയ്യാനാണ് സഹി മിലാൻ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നദി. നദി പരിവാർ ആണോ? അല്ല. നദി ഗർ ആണോ? അല്ല. നദി എന്താണ്? നദി സുസവ അല്ലെ? നദിന്റെ പേരെന്താണ്? സുസവ എന്നല്ലേ? അപ്പൊ നദി സുസവ നദി. ജൽമുർഗിയോം കാ. ജൽമുർഗിയോം കാ, കുളക്കോഴികളുടെ എന്തവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? കുടുംബം അല്ലെ? പരിവാർ. ജൽമുർഗിയോം കാ പരിവാർ, കുളക്കോഴികളുടെ കുടുംബം. ചൂസേം. ചൂസേം പറഞ്ഞ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ എന്താ ചെയ്തത്? കുഞ്ഞുങ്ങൾ എന്താ ചെയ്തത്? വീട്ടിലേക്ക് കയറി വരികയാണ് ചെയ്തത് അല്ലേ? ഗർമേം ഗുസ് ആയേ. അപ്പൊ എന്താണ്? ചൂസേം കുഞ്ഞുങ്ങൾ. ഗർമേം ഗുസ് ആയേ വീട്ടിലേക്ക് കയറി വന്നു. മേര. മേര ഗർ എൻ്റെ വീട്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മിലാൻ ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളതിനെ ചേർത്ത് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാക്യ പഠേം और സഹി വികൽപ്പ് ചുനിക്കർ ലിഖേം. സെന്റൻസ് വായിച്ചിട്ട് ശരിയായിട്ടുള്ള വികൽപ്പ് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സുസവ ഏക് നദി ഹേ. സുസവ എന്താണ്? സുസവ ഒരു നദി ആണ്. ചൂസേ മേരെ ഗർമേ നഹി ഗുസേ. കുഞ്ഞുങ്ങൾ, അതായത് ഈ കുളക്കോഴി കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവര് എൻ്റെ വീട്ടിലേക്ക് കയറിയില്ല. ശരിയാണോ? അത് തെറ്റാണ് അല്ലേ? കയറിയിട്ടുണ്ടായിരുന്നു, അത് തെറ്റാണ്. ഫസ്റ്റില് പറഞ്ഞത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. ജൽമുർഗിയോങ്ക ഏക് പരിവാർ രഹ്താ ഹേ. കുളക്കോഴികളുടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. ശരിയല്ലേ? കുളക്കോഴിയുടെ ഒരു കുടുംബം സുസവ നദിയുടെ തീരത്ത് നദിയിൽ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? സുസവ നദിയിൽ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ശരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം വാക്യപഠം, തന്നിരിക്കുന്ന സെന്റൻസ് വായിക്കുക, എന്നിട്ട് സഹി വികൽപ്പ്, താഴെ വികൽപ്പ്, ഇതാണ് വികൽപ്പ്. ആ ഈ ഊ ആ ഈ ഊ ഉണ്ടല്ലോ, ഇതാണ് വികൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള വികൽപ്പ് ഏതാണ്? അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിലേതാണ് ശരി? ഒന്നാമത്തെയും ശരിയാണ്, മൂന്നാമത്തെയും ശരിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോയ്സ് നമുക്ക് നോക്കാം. കേവൽ ഏക് സഹി ഹേ. കേവലം ഒന്ന് മാത്രമാണ് ശരി. കേവലം ഈ ഒന്നാമത്തെ മാത്രമാണ് ശരി. അങ്ങനെയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ? ഒന്ന് മാത്രമല്ല ശരി, 1 3 ശരിയാണ്. അപ്പൊ രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് എന്നുള്ളത് ഇവിടെയാണ്. 1 2 ശരിയാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏക് ഓർ ദോ സഹി ഹേ. 1 2 ശരിയാണ്. ശരിയാണോ? അല്ല, 1 മാത്രമേ ഉള്ളൂ ശരി, 2 ശരിയല്ല. 1 2 ശരിയാണ് എന്ന് പറഞ്ഞത് തെറ്റാണ് അല്ലേ? ഇനി 2 3 സഹി ഹേ എന്നാ പറഞ്ഞത്. 2 3 ശരിയാണ്.
രണ്ടും മൂന്നും ശരിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടും മൂന്നും ശരിയാണോ? അല്ല, രണ്ടും മൂന്നും അല്ല ശരി. ഏത് മൂന്നാണ് ശരി? ഒന്നും മൂന്നാണ് അല്ലേ ശരി. അപ്പൊ നമുക്ക് നോക്കാം. ഏക് ഔർ തീൻ സഹി ഹേ. ഒന്നും മൂന്നും ശരിയാണ്. ശരി, ഇതാണ് ശരി അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഹി വികല്പാണ് നമ്മളോട് എടുത്ത് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ വികല്പം ഏതാണ്? ഈ എന്നുള്ളത്. ഇതങ്ങോട്ട് എഴുതി വെക്കാം ഉത്തരമായിട്ട്. ഈന്ന് എഴുതുക. അതിന്റെ കൂടെ ഇതും കൂടാണ്ട് എഴുതിക്കോ. മനസ്സിലായോ? ഇനി നാലാമത്തെ ചോദ്യം. ഗണ്ട് പടേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ചോദ്യം വായിച്ചിട്ട്, അതായത് തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ബുവാക്കെ, അമ്മായിയുടെ. ഇവിടെ പിന്നെ എന്താ ചിത്രം തന്നത്? വീടിന്റെ ചിത്രമാണ് അല്ലേ. വീടിന് എന്താ പറയുന്നത്? ഗർ. എന്താണ് പറയുന്നത്? ഗർ എന്നാണ് പറയുന്നത്. അപ്പൊ ഗർ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് എഴുതണം. ബുവാക്കെ കഴിഞ്ഞിട്ട് ചിത്രം വരച്ചു വെച്ചെടുത്ത് നമ്മൾ എഴുതുമ്പോ എന്താ എഴുതുക? ഗർന്ന് എഴുതുക. നമ്മൾ എഴുതുമ്പോ ഗർന്ന് എഴുതുക. മനസ്സിലായോ? ഗർന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. ഗർന്ന് ഇവിടെ ഉണ്ട്. ഇങ്ങനെ എന്താ ഇങ്ങനെ ഇട്ടിട്ട് ഗർന്ന് എഴുതാം. ഗർ. പിന്നെന്താണ്? ബുവാക്കെ ഗർമേ പേട് ദാ. ബുവയുടെ വീട്ടിൽ മരം ഉണ്ടായിരുന്നു. പിന്നെ അതെന്താ ചിത്രം? പേടാണല്ലേ. എവിടെതാ പേട് എഴുതിയാണ്, അതേപോലെ അങ്ങോട്ട് എഴുതാ. പേട് പാർ. ഇവിടെ എന്താ എഴുതാ? പേട് എന്ന് എഴുതാ. പേട് 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 പാർ. ഇതാരാണ്? ഗിൽഹരി ആണല്ലേ. ഗിൽഹരി. ഇതാ ഗിൽഹരി എന്ന് ഇവിടെ ഉണ്ട്. കണ്ട ഗിൽഹരി എന്ന് എഴുതിയത്? ഇത് ഞാൻ നേരത്തെ വരച്ചപ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പം എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഗിൽഹരി. കണ്ട ഗിൽഹരി. അത് ഇവിടേക്ക് എഴുതാം. ഗിൽഹരി. ഗിൽഹരി ദേഖ് കർ മേനെ കഹാ. അമ്മായിയുടെ വീട്ടിൽ അമ്മായിയുടെ വീട്ടിൽ മരം ഉണ്ടായിരുന്നു. പേട് പർ മരത്തിൽ. ഗിൽഹരി അണ്ണാനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു. ബുവാ ആപ്പനെ ഗിൽഹരി കഹാം സെ ഖരീദി. ബുവാ ആപ്പനെ താങ്കൾ അണ്ണാനെ വാങ്ങിയത് ഇവിടെ നിന്നാണ്. മേംബി ലൂങ്ക ഞാനും വാങ്ങും എന്ന് പറഞ്ഞല്ലോ. അത് ചിത്രത്തിന്റെ സ്ഥലത്ത് അതിൻ്റെതായ ശബ്ദം കൊടുത്തിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ വീടിന് ഗർന്ന് എഴുതി, മരത്തിന് പേട് എഴുതി, അണ്ണാന് ഗിൽഹരി എന്ന് എഴുതി. എന്നിട്ട് ആ സെന്റൻസ് എഴുതാം. അപ്പൊ എന്തായി? ആ വർക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് ബുവാക്കെ ഗർമേ ക്യാദ എന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. ബുവാക്കെ ഗർമേ ക്യാദ. ബുവയുടെ വീട്ടിൽ എന്താണ് ഉള്ളത്? ബുവയുടെ വീട്ടിൽ എന്താ ഉള്ളത്? പേട് അല്ലേ. ബുവാക്കെ ഗർമേ പേട് ദാ. നമ്മൾ വായിച്ചതാണ്. ബുവയുടെ വീട്ടിൽ എന്താ ഉള്ളത്? പേട് ദാ. ഫസ്റ്റ് സെന്റൻസിൽ എന്താണ്? ബുവാക്കെ ഗർമേ പേട് ദാ. ബുവയുടെ വീട്ടിൽ എന്താ ഉള്ളത്? പേടാണുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ പേട് എന്ന് എഴുതുക. മനസ്സിലായോ? പേട് എന്ന് എഴുതുക. പാന്ന് എഴുതിയിട്ട് പേട്. യെസ് ഡാ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഗണ്ട് പടേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. പാരഗ്രാഫ് വായിച്ചിട്ട് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് ചിത്രം? തന്നിരിക്കുന്ന ചിത്രം എന്താണ്? ഒരു പട്ടിക്കുട്ടിയുടെ ചിത്രമാണ് അല്ലേ. പിള്ളേനെ തന്നത്. നമ്മൾ പഠിച്ചതാണ്. പിള്ളക്ക് ചായന്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു, ഫാനിന്റെ ചോട്ടിൽ ഉറങ്ങാൻ ഇഷ്ടമായിരുന്നു. പഠിച്ചതാണ് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ? പിള്ളാക്കോ. ഇവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? പിള്ള എന്ന് എഴുതണം. പിള്ള. അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ് കേട്ടോ. പിള്ള. പാന്ന് എഴുതിയിട്ട് രണ്ടിള എന്ന് എഴുതണം. പിള്ള. പിന്നെ ഈ കോന്ന് എഴുതാം. പിന്നെ അതെന്താ? ചായ ആണല്ലേ. അവിടെ ഇവിടെ എന്ത് എഴുതണം? ചായ്. എന്തെഴുതണം? ചായ് എന്ന് എഴുതണം. പിള്ളാക്കോ ചായ് കെ സാത്ത് ബിസ്കുറ്റ്. ഇവിടെ എന്താണ്? ബിസ്കുറ്റ്. ബിസ്ക്കറ്റിന് എങ്ങനെ എഴുതുക? ബീന്ന് എഴുതുക. സാന്ന് എഴുതുക. പകുതി. സാന്റെ പകുതി. കാ ഊച്ചിനം അരിവാൾട്ട അല്ലേ. ബിസ്കുറ്റ്. ഗാന പസന്ത് ദാ. വഹ് പങ്കെ കെ നീച്ചെ സോത്താദ. അപ്പൊ ഈ ചിത്രത്തിന് എന്താണ്? പങ്കയാണ് അല്ലേ. പങ്കെ. പാനെതി ഡോട്ടിട്ട് ഗാനെതി മുകളിൽ വരച്ച് പങ്കെ.
പങ്ക ഏതാ അവിടെ ഉണ്ട്? പങ്ക ഇതുപോലെ പങ്കേന്ന് എഴുതാം. പങ്കേക്ക് നീച്ചെ സോത്താത. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ചിത്രക്കെ സ്ഥാൻ പർ ശബ്ദ ലിഖേം. അത് നമ്മൾ നോക്കി. ചിത്രത്തിന്റെ സ്ഥലത്തൊക്കെ നമ്മൾ ശബ്ദം എഴുതിയില്ലേ? പിള്ളാന്ന് എഴുതി, ചായ എഴുതി, ബിസ്ക്കറ്റ് എഴുതി, പങ്ക എഴുതി. ഇനി അടുത്തത് കോൻ പങ്കേക്ക് നീച്ചെ സോത്താത. ആരാണ് ഫാനിന് താഴെ ഉറങ്ങിയിരുന്നത്? ആരാണ്? പിള്ള അല്ലെ? ആരാണ്? പിള്ളയാണ്. അപ്പൊ ഇവിടേക്ക് നമ്മൾ എന്താ എഴുതാ? പിള്ളാന്ന് എഴുതാം. ഇനി അടുത്തത് അഞ്ചാമത്തത് സൂചന. വർഷ ആയി കവിത കിയെ പങ്ക്തിയാ പടേ ആ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. വർഷ ആയി എന്ന കവിതയുടെ വരികൾ വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മേണ്ടക് टर टर ताल लगाते, झींगुर झन झन झांझ बजाते, पपीहा पी पी गीत सुनाता, मोर मग्न हो नाच ദിഗാത്ത. കണ്ടാ? അതാണ് വർഷ ആയി എന്ന കവിതയുടെ വരികൾ. അപ്പോ മേണ്ടക്ക് എന്താണ്? ടെർട്ടർ താള് ലഗാത്തേ എന്നാണ്. നമുക്ക് ചോദ്യം നോക്കാം. കവിതാസെ ആവാസ് പഹ്ചാനെ ഓർ ലിഖേ. കവിതയിൽ നിന്നും ശബ്ദം തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയിൽ നിന്ന് ശബ്ദം തിരിച്ചറിഞ്ഞ് എഴുതുക. ജീങ്കൂർ. ജീങ്കൂർ എന്താ പറഞ്ഞത്? ജൻ ജൻ അല്ലേ? അപ്പൊ ജീങ്കൂറിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജൻ ജൻ എന്നത് എഴുതണം. ജൻ ജൻ എന്നത് ഇവിടേക്ക് എഴുതാം. മനസ്സിലായോ? പിന്നെ പപീഹ. പപീഹ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? പി പി എന്നാണ് അല്ലേ? അപ്പൊ ഇവിടെ പി പി എന്ന് എഴുതാം. പപീഹ പി പി എന്ന് എഴുതാം. പിന്നെന്താണ്? മേണ്ടക്കാണ്. മേണ്ടക്ക് എങ്ങനെയാണ്? ടെർ ടെർ. അപ്പൊ മേണ്ടക്കിന്റെ ഇവിടേക്ക് എന്ത് എഴുതണം? നമ്മള് അടുത്ത സൈഡിലേക്ക് ടെർ ടെർ എന്ന് എഴുതണം. മേണ്ടക്ക് കഴിഞ്ഞിട്ട് ടെർ ടെർ എന്ന് എഴുതാം. കവിതാസെ തുക്കാന്ത് ശബ്ദ വാലി ദോ പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് അടുത്ത ചോദ്യം. കവിതാസെ കവിതയിൽ നിന്നും തുക്കാന്ത് ശബ്ദ വാലി പങ്ക്തികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തുക്കാന്ത് ശബ്ദ് എങ്ങനെയുള്ളതാണ്? തുക്കാന്ത് ശബ്ദാണ് എഴുതേണ്ടത്. ഒരുപോലെ വായിക്കുമ്പോൾ ഒരുപോലെ തോന്നുന്ന രണ്ട് സെന്റൻസുകൾ നമ്മൾ എഴുതണം, രണ്ട് വരികൾ. അപ്പൊ ഇവിടെ എന്താ? ലഗാത്തേ ബജാത്തേ. ഇത് രണ്ടും എന്താണ്? തുക്കാന്ത് ശബ്ദാണ്. അതുപോലെ തന്നെ സുനാത്ത ദിഗാത്ത, ഇതും തുക്കാന്ത് തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് വരി എഴുതാം. അത് ഫസ്റ്റത്തെ രണ്ട് വരി എഴുതാം, അല്ലെങ്കിൽ രണ്ടാമത്തെ രണ്ട് വരി എഴുതാം. മനസ്സിലായോ? ഓർഡർ ആയിട്ട് ഫസ്റ്റത്തെ രണ്ട് വരി എഴുതണം, അതല്ലെങ്കിൽ രണ്ടാമത്തത്. ഏത് രണ്ട് വരി എഴുതിയാലും ശരിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വരിയാണ് എഴുതാൻ ഇഷ്ടമെങ്കിൽ ഈ രണ്ട് വരി എഴുതുക, അതല്ലെങ്കിൽ ഈ രണ്ട് വരി എഴുതുക. ഇനി അടുത്തത് ധൂപ് ആ ഗയി കവിത കിയെ പങ്ക്തിയാം പടേം ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. ധൂപ് ആ ഗയി എന്ന കവിതയുടെ വരികൾ വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഹവാ ബഹ് രഹി ഡണ്ടി ഡണ്ടി, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकीം. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ്. ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക എന്നാണ് ചോദ്യം. താഴെയാണ് ആ ആശയം കേട്ടോ. താഴെ ഏതാണ് ആശയം? ചിടിയാം ഉടുത്തി ഹുയി ആയി, പക്ഷികൾ പറന്നു വന്നു. ചിടിയാം ഉടുത്തി ഹുയി ആയി, പക്ഷികൾ എങ്ങനെയാ വന്നത്? ഉടുത്തി ഹുയി പറന്നു വന്നു. പക്ഷികൾ പറന്നു വന്നു എന്നർത്ഥം വരുന്ന വരി ഏതാണ്? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഏതാണ്? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഇതാണ് പക്ഷികൾ പറന്നു വന്നു എന്നർത്ഥം വരുന്ന വരി. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, പക്ഷികൾ പറന്ന് വന്നു. അതാണ് ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഇനി രണ്ടാമത്തത് നോക്കാം. ചിടിയാം ഫുദക്ക് ഫുദക്ക് കർ ചഹക്കനെ ലഗി. ചിടിയാം പക്ഷികൾ, ഫുദക്ക് ഫുദക്ക് കർ തുള്ളി തുള്ളി, ചഹക്കനെ ലഗി തുള്ളി ചാടിയിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ അർത്ഥം വരുന്ന വരി ഏതാണ്? ഫുദക്ക് ഫുദക്ക് കർ വേ ബി ചഹക്കീം. ഫുദക്ക് ഫുദക്ക് കർ വേ ബി ചഹക്കീം. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത്
കവിതാ സേ തുക്കാന്ത് ശബ്ദ വാലി ദോ പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയിൽ നിന്നും തുക്കാന്ത് ശബ്ദം വരുന്ന 2 വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഹവാ ബഹ് രഹി ഡണ്ടി ഡണ്ടി ഗൂം ആ രഹി ഗൂം രഹി വഹ് ബഹക്കീം ബഹക്കീം. ഗൂം രഹി വഹ് ബഹക്കീം ബഹക്കി. അപ്പൊ ഇവിടെ ഡണ്ടി ഡണ്ടി അതുപോലെ തന്നെ ബഹക്കി ബഹക്കി അല്ലെ, 2 ഈലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇത് എന്താണ്? തുക്കാന്താണ്. അപ്പൊ ഈ 2 വരികൾ എഴുതാം. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി, ബഹക്കി ബഹക്കി ഡണ്ടി ഡണ്ടി. മനസ്സിലായോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യത്തിലുള്ള കൈസി ഹവാ ബഹ് രഹി ഹേ, എങ്ങനെയാണ് കാറ്റ് ഒഴുകുന്നത്, കാറ്റടിക്കുന്നത് എങ്ങനെയാണ്? ഡണ്ടിയിലെ എങ്ങനെയുള്ള കാറ്റാണ് അടിക്കുന്നത്? ഡണ്ടി തണുത്ത കാറ്റാണുള്ളത്. എങ്ങനെയുള്ള കാറ്റാണ്? തണുത്തത്. ചിത്ര ദേക്കേം ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേം. ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ബന്ദറുണ്ട്, മച്ചരി ഉണ്ട്, ബഗുള ഉണ്ട്, മേണ്ടക്ക് ഉണ്ട് അല്ലേ. ചിത്രമേ കോൻ കോൻ സേ ജീവ് ഹേ. ചിത്രത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ജീവികളാണ് ഉള്ളത് എന്നാണ് ചോദ്യം. ചിത്രത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ജീവികളാണ് ഉള്ളത്? ഏതൊക്കെ തരത്തിലുള്ള ജീവികളാണുള്ളത്? മേണ്ടക്ക് ഉണ്ട് അല്ലേ. മേണ്ടക്ക് മാന്നെഴുതുക, എച്ചിനിടുക, ഡോട്ടിടുക, ടാന്നെഴുതുക, കാന്നെഴുതുക. മേണ്ടക്ക് ഉണ്ട്. ഇതാണ് മേണ്ടക്ക്. പിന്നെ ബഗുള ഉണ്ട് അല്ലേ. ബഗുള ബാന്നെഴുതുക, ഗായ് ഗാന്നെഴുതുക, ബഗുള ഗാന്നുള്ള ഇത്രയും നീളൂലട്ടോ. അതിങ്ങനെ മൗസ് കൊണ്ട് എഴുതുമ്പോഴുള്ള വ്യത്യാസമാണ്. അതായത് ബഗുള. ഇനി അടുത്തത് എന്താണ്? മച്ചലി ഉണ്ടല്ലോ ഇവിടെ. മച്ചലി മത്സ്യം. ഓച്ച, പിന്നല്ല മച്ചലി ഉണ്ടോ? മച്ചലി. പിന്നെന്താണ്? ബന്ദറാണ് അല്ലേ. ബന്ദർ അവിടെ മുകളിൽ എഴുതാം. നമുക്ക് ഇവിടെയാണുള്ള സ്ഥലം ഉള്ളത്. അപ്പോൾ ഇവിടെ എഴുതാം ബന്ദർ. ബാന്നെഴുതുക. അയ്യോ സോറിട്ടോ, നമുക്ക് മായ്ക്കാം. എഴുതി തുടങ്ങാം. ബന്ദറല്ലേ. ബാന്നെഴുതുക, മുകളിൽ ഡോട്ടിടുക, പിന്നെ ദാന്നെഴുതുക, പിന്നെ രാന്നെഴുതുക. അപ്പം എന്തായി? ബന്ദറായി. ബന്ദർ 4 എണ്ണമായല്ലോ. ഇനി സഹി വാക്യ ചുൻകർ ലിഖേം എന്നാണ് അടുത്ത ചോദ്യം. ശരിയായിട്ടുള്ള സെന്റൻസ് തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ സെന്റൻസ്. ഇവിടെ 3 സെന്റൻസ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. താലാബ് മേ പാനി നഹി ഹേ. താലാബ് മേ കുളത്തിൽ വെള്ളമില്ല. ശരിയാണോ? അല്ല. അടുത്തത് താലാബ് മേ പാനി ഹേ. വെള്ളത്തിൽ എന്താ ഉള്ളത്? താലാബ് മേ കുളത്തിൽ എന്താ ഉള്ളത്? വെള്ളം ഉണ്ട് അല്ലേ. കുളത്തിൽ വെള്ളമുണ്ട്. കുളത്തിൽ എന്തുണ്ട്? കുളത്തിൽ വെള്ളം ഉണ്ട്. പേട് പർ പക്ഷി ഹേ. ഇവിടുത്തെ പേടിൽ പക്ഷി ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ പേടിൽ പക്ഷീനെ കാണുന്നില്ല അല്ലേ. ബന്ദറിനെയാണ് കാണുന്നത്. ബന്ദറിനെ. അപ്പോൾ ഇത് തെറ്റാണ്. ശരി ഏതാണ്? താലാബമേ പാനീഹേ എന്നതാണ് ശരി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ആൻസറും നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.